ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ്. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അതിലൊരു മാറ്റം ഉണ്ടാകുമോ? ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, മനസ്സുകൊണ്ട് നമുക്ക് പല രീതിയിൽ ദാരിദ്ര്യം ഉണ്ടാവാം. ഇപ്പൊ ഒരാള് എന്താണ് നമ്മളുടെയൊക്കെ ഇതില് ദാരിദ്ര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ്. പക്ഷെ അതല്ല. ഇത് ടോട്ടലി മനസ്സുകൊണ്ട് ദാരിദ്ര്യമായിട്ടിരിക്കുന്ന ആളുകൾ, അതായത് സ്നേഹത്തിന്റെ ഒരു കണികയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് സ്നേഹം വേണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നിങ്ങളുടെ ചുറ്റിനും വേറെ ആളുകൾ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബഡ്ഡീസ് നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവും. ഒന്നും വേണ്ട. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിനെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തന്നെ നിങ്ങൾക്ക് വേണം. എനിക്കത് തന്നെ വേണം, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന മച്ചമ്പീസാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. കാരണം മനസ്സുകൊണ്ട് നല്ല രീതിക്ക് മനസ്സമാധാനം പോയ ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി മെന്റലി എല്ലാം മറ്റുള്ളവര് ചതിച്ച് എടുത്തിട്ട് പോയിട്ടുള്ള ആളുകൾ. നിങ്ങളെല്ലാത്തിനും അറിഞ്ഞും അറിയാതെയും നിങ്ങൾ അതിനൊക്കെ നിന്നു കൊടുക്കേണ്ടി വന്നു. കുറച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞു, കുറച്ചൊക്കെ നിങ്ങൾ കേട്ടില്ല, കണ്ടില്ല, ഒക്കെ വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ വാക്കുകളൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. കുറച്ചു പേർക്ക് ഇതിൻ്റെ അകത്ത്, എല്ലാവർക്കും അല്ല, വളരെ കുറച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേർക്ക് ബ്ലാക്ക് മാജിക് എനർജിയും ഇതിൻ്റെ അകത്ത് നല്ല രീതിക്കുണ്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമോ ട്രഡീഷണൽ ആയിട്ട് നല്ല രീതിക്ക് ദൈവത്തിനോടടുത്ത് സ്പിരിച്വൽ ജേണിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ട്രഡീഷൻ വൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു യൂണിവേഴ്സിനോട് നല്ല രീതിക്ക് ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഈ പടവെട്ടി വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ എനിക്ക് വേണം, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവനവനോട് തന്നെ അവനവൻ വഴക്കിടുന്നു. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവനവനോട് തന്നെ അവനവൻ വഴക്കിടുന്നു. നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു തരാമെന്ന ആളുകളുടെ അടുത്തുമോ, എനിക്ക് നിങ്ങൾ സഹായം വേണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എനിക്ക് നടക്കണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു മച്ചമ്പി ഉണ്ട്, ആ മച്ചമ്പി എനിക്ക് എൻ്റെ അടുത്തോട്ട് വരണം. അല്ലാതെ നിങ്ങൾ എന്നെ എത്ര സന്തോഷിപ്പിക്കാൻ നോക്കിയാലും ഞാൻ സന്തോഷിക്കില്ല, ഞാൻ അനങ്ങില്ല. ഇത് ഫെവി ബോണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ, ഫെവി ബോണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് ആന ബോണ്ട് ഒട്ടിച്ചിരിക്കുന്നത് പോലെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് പാമ്പമ്പാലത്തിന് ജോയിൻ ചെയ്ത പോലത്തെ പില്ലറുകൾ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അനങ്ങൂല കേട്ടാ. ഇത് നിങ്ങൾ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ പറ്റൂല. അതുപോലെ പില്ലറ് കണക്ട് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കണ പോലെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂല. എനിക്കത് വേണം, എനിക്ക് അതിൻ്റെ അകത്തൊരു കാര്യങ്ങൾ വേണം. ഞാൻ എത്ര പടവെട്ടിയിട്ടാണെങ്കിലും ദൈവമേ എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും വേണം. അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ആ വ്യക്തിനെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ
കുറച്ച് ആളുകൾ എന്നെ അവൻ ചതിച്ചിട്ട് പോയി, വഞ്ചിച്ചിട്ട് പോയി, അവന് ദൈവമേ അവന് നല്ലൊരു പണി കൊടുക്കണേ എന്നൊക്കെ കുറച്ച് ആളുകൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവൾക്കൊരു പണി കൊടുക്കണേ, എന്നെ അവൻ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു. അതൊക്കെ നിങ്ങൾ ഇത് കൂടുതൽ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉഴലുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം നിങ്ങളിപ്പോ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ എത്ര കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാലും, ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങൾ അതിൽ നിന്ന് പിടിവിടുന്നില്ല. കുറച്ചു പേരൊക്കെ മനസ്സിലായി വന്ന ഞാനതൊന്ന് രക്ഷപ്പെടാം, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ വേണം, എന്റേതായിട്ടുള്ള ജീവിതം എനിക്ക് രക്ഷപ്പെടുത്തണം, ഇനി ഇത് മതിയായത്, ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഈ ഒരു ആളെ മാത്രമായിട്ടുള്ള ഒരു ലോകമല്ല, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളെ ചതിച്ചവർക്ക് വേണ്ടി സമയം കളയരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യമാണ്, എന്നാലും പറയുകയാണ്, നമ്മളെ ചതിച്ചവർക്ക്, വഞ്ചിച്ചവർക്ക്, പറ്റിച്ചവർക്കൊക്കെ വേണ്ടി വെറുതെ സമയം കളയരുത്. ഇനി അയാൾ നമ്മളുടെ അടുത്ത് വീണ്ടും വന്നാൽ എന്തെങ്കിലും വീണ്ടും ചതിക്കപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. കാരണം നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്, വന്നേ പറ്റുള്ളൂ, ഇയാൾ വരണം. നല്ല രീതിക്ക് പ്രാർത്ഥനയുണ്ട്, നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്, നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കൂടുതലും അതാണ്. കാരണം മനസ്സുകൊണ്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ട്, ഒരു ദാരിദ്ര്യം അനുഭവിക്കുകയാണ് മനസ്സിനാൽ. അത് ഈ മനസ്സുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ അത് നമ്മളുടെ സോളിന് താങ്ങാൻ പറ്റുന്നില്ല. താങ്ങാൻ പറ്റാത്ത രീതിയിലാവുമ്പോ അത് എന്താ പറയാ, ഫിസിക്കലി അത് ബുദ്ധിമുട്ടുകളാവും. തല കറക്കം, തലവേദന, പല രീതിയിലുള്ള പ്രശ്നങ്ങള്. മനസ്സിലായ? അപ്പൊ എന്താണ് ഇത്? ഈ ഓവർ തിങ്കിങ് ആയതുകൊണ്ട് ഗൂഗിളിൽ അടിച്ചു നോക്കും. ഗൂഗിളിൽ തലവേദന എന്ന് പറഞ്ഞ് അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൂഗിളിൽ എന്താണ് വരുന്നത്? അറിയാല്ല, അതൊക്കെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗൂഗിളിൽ ഒന്നും ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ തലവേദന, തലകറക്കം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മള് ഒന്നും ഉണ്ടാവൂല, വെറുതെ ഗൂഗിളിൽ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം അതാണോ, ഇതാണോ, മറ്റതാണോ, മറിച്ചതാണോ, അങ്ങനെയാണോ? അതൊക്കെ വിടന്നേ. നിങ്ങൾ ആദ്യം ആ ഫെവി ബോണ്ടെന്ന് ഇളക്ക്, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്ക്. കാരണം നിങ്ങൾ ഇപ്പോഴും അത് വേണം, അത് വേണം, ആ പർട്ടിക്കുലർ കാര്യം എനിക്ക് വേണം, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്നേഹിച്ചു പോയി, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ഇത് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നേരത്തെ പറയായിരുന്നു, അവൾക്ക് നേരത്തെ പറയായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് വഴക്കിടുന്നു, മറ്റുള്ളവരോടും വഴക്കിടുന്നു. ഈ തൊടുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നില്ല. ടോട്ടലി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു, രാത്രി കിടക്കാൻ നേരത്തും ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു. ഇവിടെ അങ്ങനെയാ ഞാൻ കാണുന്നത്. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോഴും ആ പുള്ളിനെ കൊണ്ടുവരുന്നു. ഇനി വന്നു കഴിഞ്ഞാലും വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വരട്ടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ചേട്ടായി കോഫി എന്നും പറഞ്ഞ് നിങ്ങൾ സായിപ്പിനെ കാണുമ്പോ കബാത്ത് മറക്കണ പോലെ ചെല്ലും. ഓക്കെ, ഇതുവരെ നിങ്ങളോട് ചെയ്തതും തേർഡ് പാർട്ടി ബന്ധം ഉണ്ടായതും എല്ലാ കാര്യങ്ങളും മറന്ന് അങ്ങോട്ട് പോകും. അതാണ് നിങ്ങളുടെ ചേട്ടായിയുടെ പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ കുണുവാവയുടെ പവർ. അതാണ്. നിങ്ങൾ ഈ പറയണ ആളുകളൊന്നുമല്ല, നിങ്ങൾ ശുദ്ധരാണ്. അതായത് ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ പോണം, അങ്ങനെ പറയും, ഇങ്ങനെ പ്രതികാരം ചെയ്യാം, അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് വന്നു കഴിഞ്ഞു, അയ്യോ എന്റെ ചേട്ടൻ വന്നു, അയ്യോ എന്റെ വാവ വന്നു, അവള് വന്നു. ഇത് നിങ്ങളെ ചതിക്കില്ല, നിങ്ങളെ വഞ്ചിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ലൈഫ് പാത്തിൽ കൂടി പോവാം. വീണ്ടും അവരത് ആവർത്തിക്കുമെന്ന് നിങ്ങളൊന്ന് ഒബ്സർവേഷൻ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇപ്പോ ഉള്ള അവസ്ഥ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? യെസ്. അമ്പട കള്ളന്മാരെ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ ഇരിക്കുന്ന മച്ചം പീസ് ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ. കാരണം രണ്ട് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അല്ലെന്നുണ്ടെങ്കിൽ
എന്താ പറയാ, രണ്ടു തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, രണ്ട് ജോലി ആയിരിക്കാം, രണ്ട് ബന്ധമായിരിക്കാം, കൂടുതൽ രണ്ട് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ഒരു ഒരു ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം റിമൂവ് ആയി, ഒരു റിമൂവ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട്, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചോയ്സ് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുകയാണ്. പക്ഷെ നിങ്ങൾ സഹകരിക്കണം. അല്ലാതെ ഈ പാമ്പം പാലത്തിന്റെ ഉറപ്പ് പോലെ ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഞാൻ അവിടെ തന്നെ ഇരിക്കുള്ളൂ, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു ഞാൻ ഇത് തന്നെ ഇരിക്കും, അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് രക്ഷപ്പെടുത്താം. ഇല്ല ഞാൻ അവിടെ തന്നെ ഇരിക്കുള്ളൂ, നാളെ രക്ഷപ്പെടുത്തിയാൽ മതി, ഇന്ന് ഞാൻ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് ആലോചിക്കട്ടെ, അപ്പൊ നാളെ ആകുമ്പോ നാളെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ, ഇല്ല ഞാൻ ഇന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ ഏട്ടാ. അപ്പൊ യൂണിവേഴ്സ് വീണ്ടും പറയാണ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താൻ റെഡിയാണ്. വേണ്ട വേണ്ട, ഞാൻ ഈ ആഴ്ച ഒന്ന് ആലോചിക്കട്ടെ, ഇനി നമുക്ക് അടുത്ത ഓണത്തിന് പിടിക്കാം. അതുവരെയൊക്കെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പ്ലീസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്താ പറയണത്, അയ്യോ എനിക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, എന്നെ ചതിക്കുന്നു, എന്നെ വഞ്ചിക്കുന്നു, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ യൂണിവേഴ്സിന്റെ അടുത്ത് കുറ്റം പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ അടുത്ത് കരയും, പരാതി പറയും. പിന്നെ യൂണിവേഴ്സ് ശ്രമിക്കും, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം, നിന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുപോകാം. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ സഹകരിക്കേണ്ടത് നമ്മൾ സഹകരിക്കണം. ഇല്ല ഞാനേ കുറച്ചും കൂടി, ഇതിപ്പോ നിങ്ങളൊരു എന്താ പറയാ, ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ പോലെയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കയറിട്ട് കെട്ടിയിരിക്കുകയാണ്. ഇപ്പൊ യൂണിവേഴ്സ് ഒന്ന് അത് അഴിക്കാൻ ശ്രമിച്ചാൽ ഇല്ല നാളെ വന്ന് അഴിച്ചാൽ മതി ഏട്ടാ, ഞാൻ ഇന്ന് എനിക്ക് ഇത്തിരി ആലോചിക്കാനുണ്ട്, നാളെ മറ്റന്നാളൊക്കെ വന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ സൗകര്യം പോലെ അടുത്ത ക്രിസ്മസിന് വന്നാലും മതി, അതുവരെ ഞാൻ കുറച്ചൊന്ന് ഒന്നിരിക്കട്ടെ, എന്നാ നീ എന്തെങ്കിലും ചെയ്യുന്നും പറഞ്ഞ് യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, പ്രപഞ്ചം ആണെന്നുണ്ടെങ്കിൽ, ചേടാ ഇത് എന്താടാ ഇവർ ഇങ്ങനെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് താമ്പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് സഹകരിക്കുന്നേ. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഈ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വിഷമിച്ചിരുന്ന അവിടെ ഇരിക്കും. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ പറയുന്നവർക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല. നിങ്ങളും കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന ആൾക്കും അതൊരു വിജയമാണ്. മനസ്സിലായോ? എന്നെ വിളിച്ച ഒരുപാട് പേര് എൻ്റെ കല്യാണം നടന്നു, എനിക്ക് റീയൂണിയൻ ആയി, എനിക്ക് ജോലി കിട്ടി, എനിക്ക് ആദ്യം കാണേണ്ടത് മാഡത്തിനാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന വിജയത്തിനേക്കാളും അത് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സഹകരിക്കുക. കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഒരു കാലചക്രത്തിന്റെ ഗതി വരുന്നത്. അപ്പൊ നമ്മൾ സഹകരിക്കുക. നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെന്നാണ് മക്കൾ വഴക്കിട്ടിരിക്കുന്നവരാണെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മക്കളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു സമ്പൂർണമായിട്ടൊരു കുടുംബം ആഗ്രഹിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ മാരീഡ് ആയി സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ, ഒരു മാരേജ് നല്ല രീതിക്ക് ഭർത്താവ് ഭാര്യ വഴക്കിട്ടിരിക്കുന്നതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുവാണ്. അപ്പൊ അത് നമ്മൾ സഹകരിക്കുക. ഈ ബ്ലാക്ക് മാജിക് റിമൂവ് ചെയ്യേണ്ട ആളുകൾ അത് റിമൂവ് ചെയ്യാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അത് നിങ്ങൾ കണ്ടെത്തി അതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇതിൻ്റെ അകത്ത് നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് വരാനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് നോക്കാം. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. യെസ്. അതായത് ചില ആളുകൾ കേൾക്കുന്നില്ല, പല ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കുന്നേ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, സ്പിരിച്വൽ ഗ്രോത്ത്.
ഓക്കെ. നമ്മൾ സമാധാനം കൊണ്ടുവരിക. മനസ്സിന് സമാധാനം ഉള്ളപ്പോൾ മാത്രം കാര്യങ്ങളൊക്കെ ആലോചിക്കുക. സന്തോഷം ഉള്ളപ്പോൾ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ വഴക്കിട്ടിരിക്കുമ്പോൾ, വൈരാഗ്യം മനസ്സിൻ്റെ അകത്ത് ഉള്ളപ്പോൾ, ദേഷ്യം ഇരിക്കുമ്പോൾ ഒന്നും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക. ലിസൺ ഡീപ്ലി. നിങ്ങളുടെ ജീവിതത്തിൽ ആര് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. എക്സ്പെക്ട് മിറാക്കിൾസ്. ഓ, നിങ്ങളുടെ ഒരു വിചാരമുണ്ട് കുറച്ചു പേർക്ക്, എല്ലാവർക്കും അല്ല. ഓ, ഇതൊക്കെ നടക്കുമോ? ഓ, ഇതൊക്കെ എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ദൈവമല്ലേ നമ്മളെല്ലാരെയും സൃഷ്ടിച്ചത്, പ്രപഞ്ചമല്ലേ. അപ്പൊ അത് ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ദൈവത്തിനോട് സഹകരിച്ചാൽ മാത്രം മതി. അല്ലാതെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയം വരുന്നതിനോട് നമ്മളൊന്ന് പൊരുത്തപ്പെടുക. ഓക്കെ. അല്ലാതെ നമ്മൾ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താൻ പാതി ദൈവം പാതി എന്നല്ലാതെ പുള്ളി ദൈവം മുഴുവനും അങ്ങോട്ട് തരുമെന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ എല്ലാവരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ സഹകരിക്കേണ്ട സമയത്ത് നമ്മൾ സഹകരിക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ മാപ്പ് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നോക്കിക്കോളും. ദൈവത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. സ്പിരിച്വൽ ഗ്രോത്ത്, റേസ് യുവർ വൈബ്രേഷൻ, മാനിഫെസ്റ്റേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, വൾണറബിലിറ്റി ആൻഡ് ഫ്രീഡം. അതായത് നിങ്ങളുടെ ഉള്ളിൽ പല തീപ്പൊരി ഉണ്ടാവും. നിങ്ങളുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് ആകുന്ന പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വൈബ്രേഷൻ അത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അല്ലാതെ നിങ്ങൾ ഒരു ക്ഷീണം, തലവേദന, തലകറക്കം, ഇതൊക്കെ നിങ്ങളുടെ ആലോചന അവനവൻ ഉണ്ടാക്കി വെക്കുന്നതാണ് കുറെ കാര്യങ്ങൾ. അതൊക്കെ മാറ്റുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അല്ലാതെ വല്ലവന്റെ കാര്യങ്ങളൊന്നും മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. മനസ്സിലായോ? വല്ലവന്റെയും കാര്യങ്ങൾ അല്ലാതെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഡീപ്പായിട്ട് നിന്നു ഇനി എല്ലാവരുടെ അടുത്തും ചതിച്ചു പോയി വഞ്ചിച്ചു പോയ ആൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. അത് നിങ്ങളെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അതൊന്നും ചെയ്യല്ല കേട്ടാ. കാരണം നമ്മള് ഓരോ ആളുകൾ വിഷമിക്കുന്നത് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, എല്ലാവർക്കും എല്ലാ രീതിയിലും പല രീതിയിലും പല അർത്ഥത്തിലും വിഷമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും പോയവർക്ക് വേണ്ടി ദൈവത്തോർത്ത് മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്ത് വിളിക്കല്ലേ കേട്ടോ. ഓക്കെ. ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചൈൽഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ചൈൽഡായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം, ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് നീറി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താതെ ഇപ്പോഴും നിങ്ങളുടെ നെഞ്ചിൽ നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പൊ അതൊക്കെ ഒന്ന് ഹീൽഡ് ആക്കാം. എല്ലാവർക്കും ഒരു സമയം ഉണ്ടെന്നേ. ഓക്കെ. അല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടേക്ക് ഇരുന്ന് അവിടെ ഇവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഈ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നോക്കും, അല്ലെങ്കിൽ 2 ദിവസം. ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുടുംബം ആണെങ്കിലും എന്താണെങ്കിലും ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച. അത് കഴിയുമ്പോൾ എല്ലാവരും ഭാരവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരം ആകാതെ നമ്മൾ സ്വന്തമായിട്ടും നമ്മളുടെ ഒരു വിജയം നമ്മൾ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ വ്യക്തികളുടെ എനർജി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കണക്റ്റ് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.